ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്താം ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. നമ്മൾ ഈ കഴിഞ്ഞ 8 ശ്ലോകങ്ങളിലായിട്ട് കപില ഭഗവാൻ ദേവഹൂതി ദേവിക്ക് കൊടുത്ത ഉപദേശങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. 8 അധ്യായങ്ങളിലായിട്ട് ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന ആ കാപിലത്തെ 8 ശ്ലോകങ്ങളായിക്കൊണ്ട് അതിനെ ചുരുക്കി നമുക്ക് സാത്വികനായിട്ടുള്ള ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്നു. അങ്ങനെ ആ കപില ഉപദേശത്തിൻ്റെ ആ സാരം ഗ്രഹിച്ച ദേവഹൂതി ദേവി ഇനി എന്താണ് ചെയ്തത്, കപില ഭഗവാൻ എന്താണ് ചെയ്തത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇതി ഇതി എന്നാൽ ഇപ്രകാരം സുവിദിത വേദ്യാം. സുവിദിത എന്ന് പറഞ്ഞാൽ എന്താണോ അറിയേണ്ടത്, ആ ശരിയായിട്ടുള്ള സു എന്ന് ചേർത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ നല്ലത്, നന്മ അല്ലെങ്കിൽ എന്താണോ ശരിയായിട്ടുള്ളത് അത് വേദ്യാം അറിഞ്ഞപ്പോൾ, ആ ശരിയായ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവ അല്ലയോ ഭഗവാനെ, ദേവ ഹേ ദേവ അല്ലയോ ഭഗവാനെ, ദേവഹൂതിം ആ ദേവഹൂതി ദേവിയെ ഇപ്പോൾ കപില ഭഗവാന് എല്ലാം ആ പരമമായ തത്വത്തെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു ദേവഹൂതി ദേവിക്ക്. അതിനുശേഷം അല്ലയോ ഭഗവാനെ അവിടുന്ന് ആ ദേവഹൂതി ദേവിയെ കൃതനുതിമനുഗൃഹ്യ, കൃതനുതിം അനുഗ്രഹ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കൃതനുതിം അനുഗ്രഹ്യ. കൃതനുതിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നുതി എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ്. നമ്മൾ മുൻപ് ഒരു ദശകത്തിൽ നമ്മൾ കണ്ടിരുന്നു നതി നുതി നിഷേവ വിരജയൻ എന്ന് പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു നുതി എന്നാൽ സ്തുതി എന്നർത്ഥം. അപ്പോൾ കൃതനുതിം, കൃത എന്നാൽ ചെയ്തു, കൃതനുതിം അവിടുത്തെ നന്നായി സ്തുതിച്ചു. ഇപ്പോൾ തൻ്റെ പുത്രൻ ആരാണ് മുൻപേ അറിയാമായിരുന്നു ദേവഹൂതി ദേവിക്ക് അല്ലെ. ഭഗവാൻ നാരദ മഹർഷിയിൽ നിന്നും ആദ്യമേ അറിഞ്ഞതാണ് തനിക്ക് പിറക്കാൻ പോകുന്ന ഈ പുത്രൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന്. ഇപ്പോൾ ആ ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് ഈ തത്വോപദേശം കേൾക്കാനുള്ള മഹാഭാഗ്യം ദേവഹൂതി ദേവിക്ക് കൈവന്നിരുന്നതാണ്. അങ്ങനെ ഈ വേണ്ടതെല്ലാം അറിയേണ്ടതെല്ലാം ശരിയായ ജ്ഞാനമെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ ആ ദേവഹൂതി ദേവി കൃതനുതിം ആ ഭഗവാനെ തൻ്റെ പുത്രനായി പുത്രഭാവത്തിൽ ഇപ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ ഭഗവാനെ നന്നായി നുതിം സ്തുതിച്ചു. അപ്പോഴോ അനുഗ്രഹ്യ, അങ്ങനെ സ്തുതിച്ച ആ ദേവഹൂതി ദേവിയെ അനുഗ്രഹ്യ അനുഗ്രഹിച്ചിട്ട് ത്വം എന്നാൽ അങ്ങ് ഗതഹ എന്ന് പറഞ്ഞാൽ യാത്രയായി, അവിടെ നിന്നും പോയി. അപ്പോൾ തൻ്റെ ഈ ഒരു ജീവിതത്തിൽ ഈ കർദമ പ്രജാപതിയുടെ പുത്രനായി ഈ ആശ്രമത്തിൽ കഴിയുമ്പോൾ ആ കർദമ പ്രജാപതിയിൽ നിന്നും പത്നിയായിട്ടുള്ള ദേവഹൂതി ദേവിക്ക് ലഭിക്കാതെ പോയ, അല്ലെങ്കിൽ അന്ന് ഈ തത്വത്തെ അറിയണമെന്ന് തോന്നാതെ ഇരുന്ന ആ ദേവഹൂതി ദേവിക്ക് പതിശുശ്രൂഷയിൽ, ആ പതിശുശ്രൂഷയാണ് തൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിലൂടെ ഭഗവാനെ പൂജിക്കുന്ന, സദാ ഭഗവാനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന, മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പതിയെ പൂജിക്കുകയാണ് തൻ്റെ പരമമായ ഒരു സൗഭാഗ്യം എന്ന് കണക്കാക്കി
സദാ ആ കർദമ പ്രജാപതിയെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ദേവഹൂതി ദേവിക്ക് തൻ്റെ പതിയായിരുന്ന കർദമ പ്രജാപതിയിൽ നിന്നും കൂടുതലൊന്നും ചോദിച്ചറിയണം ഒരു വാഞ്ച, ഒരു ആഗ്രഹം മനസ്സിലുണ്ടായില്ല. ആ പതി ശുശ്രൂഷയിൽ തന്നെ അങ്ങനെ സംതൃപ്തിയായി കഴിയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പരിപക്വമായിരിക്കുന്നു. ഏതൊരു ഫലവും ആ മരത്തിൽ തന്നെ നിന്ന് അത് പരിപക്വമാകുമ്പോൾ താനേ അടർന്നു വീഴുന്നത് പോലെ ഇന്ന് ദേവഹൂതി ദേവിക്ക് ആ ഭഗവത് സേവയിൽ മുഴുകിയിരിക്കുന്നവരെ ശുശ്രൂഷ ചെയ്ത് ആ പരമമായ തത്വത്തെ അറിയാനുള്ള പാകത, പരിപക്വത നേടിയിരിക്കുന്നു. ഈ സമയത്ത് അമ്മയായ ദേവഹൂതി ദേവിക്ക് ആ തത്വത്തെ ഭഗവാൻ തന്നെ, കപില ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശം നൽകിയിട്ട് ഇത്ര കാലവും പുത്രനായി പിറന്ന ആ കപില ഭഗവാൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ആ തൻ്റെ അമ്മയ്ക്ക്, പതിവ്രതാരത്നമായിട്ടുള്ള തൻ്റെ അമ്മയ്ക്ക്, ശുദ്ധ ഹൃദയയായിട്ടുള്ള തൻ്റെ അമ്മയ്ക്ക് ഈ തത്വത്തെ ഉപദേശിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ കപില ഭഗവാൻ അവിടെ നിന്നും യാത്രയായി. എങ്ങോട്ടേക്ക്? യോഗി സംഘൈഹി, യോഗീശ്വരന്മാരോടുകൂടി അവിടെ നിന്നും യാത്രയായി. അടുത്ത പറയാണ് വിമലമതി രഥാസൗ ഭക്തിയോഗേന മുക്ത. വിമലമതി അഥ അസൗ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വിമലമതി രഥാസൗ. വിമലമതി എന്ന് പറഞ്ഞാൽ വളരെ വിമലം, പരിപാവനമായ, മതി ബുദ്ധി. അപ്പോൾ വളരെ പരിശുദ്ധമായ മനസ്സായി തീർന്ന, അല്ലെങ്കിൽ ചിത്തം തെളിഞ്ഞ, അഥ, അഥ എന്നാൽ അനന്തരം, അസൗ, അസൗ എന്നാൽ ഇവിടെ ആ ദേവഹൂതി ദേവി ഭക്തിയോഗേന, ഭക്തിയോഗം കൊണ്ട്, മുക്ത, മുക്ത എന്നാൽ മുക്തി നേടി. അവിടുന്നാകട്ടെ ത്വം അപി, ത്വം അപിയാണ് ത്വം അപി, അവിടുന്നാകട്ടെ ജനഹിതാർത്ഥം, ജനങ്ങളുടെ ഹിതം എന്നാൽ നന്മ, ജനഹിതാർത്ഥം ജനങ്ങളുടെ നന്മയ്ക്കായിക്കൊണ്ട് ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ഭൂമിയിൽ മാത്രമല്ല സർവ്വലോകങ്ങളിലും 14 ലോകങ്ങളിലും സൃഷ്ടിക്കപ്പെട്ടവയൊക്കെയും ഭഗവാന്റെ പ്രജ തന്നെയാണ്, ഭഗവാന്റെ ജനം തന്നെയാണ്. അപ്പോൾ ഈ 14 ലോകത്തിനും നന്മ വരുന്നതിനായിക്കൊണ്ട് വർത്തസേ, ഇപ്പോഴും പ്രവർത്തിക്കുന്നു. എവിടെ? പ്രാഗുദീജ്യാം, വടക്ക് കിഴക്കേ ദിക്കിൽ ഇപ്പോഴും ഭഗവാൻ, ആ കപില ഭഗവാൻ അങ്ങനെ ധ്യാനയോഗത്തിൽ ഇരിക്കുന്നതായിട്ടാണ് സജ്ജനങ്ങൾ, ആചാര്യന്മാർ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആ ദേവഹൂതി ദേവിക്ക് കപില ഭഗവാനിൽ നിന്നും അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദേവഹൂതി ദേവി കപില ഭഗവാനെ നന്നായി സ്തുതിച്ചു. ഈ സ്തുതി കേട്ട് കപില ഭഗവാൻ പുത്രനായിരുന്നിട്ടും ആ പുത്രഭാവത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ സാക്ഷാൽ പരബ്രഹ്മമൂർത്തി തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ സ്തുതിക്കുന്നത്. ആ സ്തുതി കേട്ട ഭഗവാൻ, കപില ഭഗവാൻ അമ്മയെ നന്നായി അനുഗ്രഹിച്ചിട്ട് താൻ ഇത്ര നാളും യാതൊരു ധ്യാനയോഗത്തിലായിരുന്നുവോ തൻ്റെ ജീവിതം തള്ളി നീക്കിയത്, ആ ധ്യാന ലോകത്തിലേക്ക് പരിപൂർണമായി ഇഴുകിച്ചേരുന്നതിനു വേണ്ടി മറ്റ് യോഗീശ്വരന്മാരോടൊപ്പം വടക്ക് കിഴക്കേ ദിക്ക് നോക്കി യാത്രയായി. ഇങ്ങനെ തൻ്റെ പുത്രൻ, ആദ്യം പതിയായ കർദമ പ്രജാപതി വനവാസത്തിന് പുറപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ പുത്രനായ കപില ഭഗവാനും യോഗീശ്വരന്മാരോടൊപ്പം അതേ പാതയിൽ, ഇവിടെ യോഗീശ്വരന്മാരോടൊപ്പം വടക്ക് കിഴക്കേ ദിക്കിലേക്ക് യാത്രയായത്, അതും പറഞ്ഞു തൻ്റെ പ്രജകളുടെ ഹിതാർത്ഥമാണ്. ഈ തത്വം തേടി എത്തുന്നവരിലേക്ക് ഈ തത്വം വേണ്ട വിധത്തിൽ പ്രകാശിപ്പിക്കാൻ ഉതകുന്ന ദീപമായിക്കൊണ്ട് ആ ചൈതന്യമൂർത്തി അങ്ങനെ വടക്ക് കിഴക്കേ ദിക്കിൽ ധ്യാനയോഗത്തിൽ നിരതനായി കഴിയുന്നു. ഇങ്ങനെ പുത്രനും പോയി കഴിഞ്ഞപ്പോൾ ആ ദേവഹൂതി ദേവി വല്ലാതെ വിഷമിച്ചു. ഇപ്പോൾ പതിയുമില്ല, പുത്രനുമില്ല, താനാകട്ടെ ഈ ആശ്രമത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു.
ആ അമ്മ ആദ്യമൊക്കെ ദുഃഖം തോന്നിയെങ്കിലും പിന്നീട് ആ ദുഃഖത്തിൽ നിന്നും കരകയറാൻ തൻ്റെ പുത്രനായ കപിലൻ ആ കപിലവാസുദേവൻ തനിക്ക് നൽകിയ ഉപദേശത്തെ ഒന്നൊന്നായി മനനം ചെയ്തു തുടങ്ങി. അവിടെ നമ്മൾ കണ്ടു ഭഗവാന്റെ ആ ചതുർബാഹുക്കളോട് കൂടിയ രൂപം, ഗരുഡോപരി വിലസുന്ന ആ രൂപത്തെ ധ്യാനിക്കാൻ കപില ഭഗവാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ അമ്മ ആ ദുഃഖത്തിൽ നിന്ന് കരകയറുന്നതിനായി തൻ്റെ മകൻ ഉപദേശിച്ചു തന്ന ആ തത്വത്തെ പതുക്കെ ധ്യാനം ചെയ്തു മനനം ചെയ്തു തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ ആ ചതുർബാഹുക്കളോടുകൂടിയ രൂപത്തെ പാദം മുതൽ ശിരസ് വരെ ധ്യാനിക്കാൻ ഒന്നൊന്നായി ധ്യാനിച്ച് ആ രൂപത്തെ മനസ്സിലുറപ്പിച്ച് അങ്ങനെ സദാ ഭക്തിയോഗത്തിൽ അങ്ങനെ മുഴുകിക്കഴിയുകയായി. ഒടുവിൽ അതും അതിൻ്റെ പാരമ്യതയിലെത്തിയപ്പോൾ സദാ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഈ ചതുർബാഹുക്കളോടുകൂടിയ ഗരുഡോപരി വിലസുന്ന ആ രൂപത്തെ തന്നെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന വേളയിൽ ദേവി, ആ ദേവഹൂതി ദേവി ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു ചേരുകയും ചെയ്തു. അതും നമുക്കിവിടെ ഒരു ശ്ലോകത്തിൽ പറയുകയുണ്ടായി. നേരിട്ട് അങ്ങനെ ഭഗവാനെ മാത്രം വിചാരിച്ച് എല്ലാ കർമ്മങ്ങളും നിഷ്കാമമായി ചെയ്തു കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നേരിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരാമെന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വേള നമ്മൾ കണ്ടിരുന്നു. ആ അമ്മയായ ദേവഹൂതി ദേവിക്ക് ആ തത്വം നന്നായി ഉള്ളിലുറച്ചതുകൊണ്ട് തന്നെ ഭഗവാനെ ധ്യാനം ചെയ്ത് സദാ അങ്ങനെ ആ യോഗത്തിൽ തന്നെ ഇരുന്നിരുന്ന ദേവഹൂതി ദേവി ഒടുവിൽ ഭഗവാനിലേക്ക് തൻ്റെ ആ പ്രാണനെ ലയിപ്പിക്കുകയും ചെയ്തു. അതേസമയം കപില ഭഗവാൻ ഇന്നും ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് ആ വടക്ക് കിഴക്കേ ദിക്കിൽ ഭഗവാൻ മറ്റു യോഗീശ്വരന്മാരോടൊപ്പം അങ്ങനെ പരിലസിക്കുന്നതായിട്ട് സജ്ജനങ്ങൾ പറയാറുണ്ട്. ഈ കപില ഭഗവാൻ ഇന്നും വടക്ക് കിഴക്കേ ദിക്കിൽ ഈ ലോകത്തിൻ്റെ ഹിതത്തിനായി വർത്തിച്ചുകൊണ്ട് കഴിയുന്നു എന്നുള്ളതിന് വാൽമീകി രാമായണത്തിൽ നമുക്കൊരു ഭാഗത്ത് കാണാം. അവിടെ സകരപുത്രന്മാര് അച്ഛൻ്റെ യാഗാശ്വത്തെ അന്വേഷിച്ച് നടക്കുന്ന വേളയിൽ ഭൂമി തുരന്ന് അങ്ങനെ ചെല്ലുമ്പോൾ, ഭൂമി കുഴിച്ച് ചെല്ലുമ്പോൾ ഈ കപില ഭഗവാനെ കണ്ടതായി വാൽമീകി രാമായണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഓർക്കുക, ഈ കപിലാവതാരം കഴിഞ്ഞ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീരാമചന്ദ്രാവതാരമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അന്നും ഈ കപില ഭഗവാനെ കണ്ടതായി വാൽമീകി രാമായണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ദേവഹൂതി ദേവി തൻ്റെ പ്രാണനെ ഏതൊരു പദത്തിലാണോ ലയിപ്പിച്ചത് ആ പദത്തെ സിദ്ധപദം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആ ദേവഹൂതി ദേവിയുടെ ദേഹം സിദ്ധിതം എന്ന് പറയുന്ന ഒരു നദിയായിട്ടാണ് മാറിയത് എന്നും, അതായത് ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ചു പോയപ്പോൾ ആ ദേഹം സിദ്ധിതം എന്ന് പറയുന്ന നദിയായി തീർന്നു എന്നും ഒക്കെ നമുക്ക് ഭാഗവതത്തിൽ കാണാം. അപ്പോൾ ഈ ഒരു തത്വത്തെ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ ദേവഹൂതി ദേവി എന്താണോ തൻ്റെ പുത്രനായ കപില ഭഗവാൻ തന്നോട് പറഞ്ഞു തന്നത് അത് അതേപടി തന്നെ ആ അമ്മ പാലിക്കുകയും ചെയ്തു. ആ തത്വത്തെ പൂർണ്ണമായും മനസ്സിലുറപ്പിച്ച് പിന്നീട് ചെയ്ത ഒരു കർമ്മത്തിലും തൻ്റെ പുത്രനും തൻ്റെ പതിയുമൊക്കെ ഈ ഒരു ഭഗവത് ചിന്തയുടെ മാർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ചെയ്ത ഒരു കർമ്മത്തിലും ദേവഹൂതി ദേവിക്ക് ആഗ്രഹങ്ങളില്ലാതെയായി. നിഷ്കാമകർമ്മം, പരിപൂർണമായും നിഷ്കാമകർമ്മം ചെയ്യുവാൻ ദേവിക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നീടുള്ള എല്ലാ കർമ്മങ്ങളും ഈശ്വര സേവയായി മാറുകയായിരുന്നു. അങ്ങനെ ക്രമേണ ഭക്തിയോഗത്തിലൂടെ ദേവി ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം
കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃതനുതിമനുഗ്രഹ്യ, അനുഗ്രഹ്യാണ് മാ എന്ന അക്ഷരത്തിന് അകാരം കൊടുക്കുക. അതേപോലെ യോഗി സംഘൈ, അവിടെ വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട വിമലമതി രഥാസൗ, രായ്ക്ക് അകാരം കൊടുക്കണം. വിമലമതി രഥ അല്ല, അവിടെ രാ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നതാണ്, അഥ ആണ്. വിമലമതി രഥാസൗ ഭക്തിയോഗേന മുക്ത. അടുത്തത് ത്വമാപി, അവിടെ ഈ മായ്ക്ക് ത്വം അപി ആണ്, ത്വമാപി, അവിടെ മായ്ക്ക് അകാരം കൊടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി നോക്കാം. ഇതി സുവിദിതവേദ്യാം കൃതനുതിം ദേവഹൂതിം അനുഗ്രഹ്യ ഹേ ദേവാ ത്വം യോഗ്യസംഘൈ ഗതഃ വിമലമതിഃ അസൗ അഥ ഭക്തിയോഗേന മുക്ത ത്വം അപി ജനഹിതാർത്ഥം പ്രാഗുദീച്യാം വർത്തസേ. ഒന്നുകൂടി പറയാം. ഇതി സുവിദിതവേദ്യാം കൃതനുതിം ദേവഹൂതിം അനുഗ്രഹ്യ ഹേ ദേവാ ത്വം യോഗ്യസംഘൈ ഗതഃ വിമലമതിഃ അസൗ അഥ ഭക്തിയോഗേന മുക്ത ത്വം അപി ജനഹിതാർത്ഥം പ്രാഗുദീച്യാം വർത്തസേ. ഈ ഒരു ശ്ലോകത്തോടു കൂടി ദേവഹൂതി ദേവിയുടെ ഭഗവൽ പദങ്ങളിലെ ലയം ഇതോടുകൂടി ദേവഹൂതി ദേവിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അഥവാ കപിലോപദേശത്തിൻ്റെ അതിൻ്റെ ആ ഒരു പരമകാഷ്ഠയിൽ അതങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം വരുമ്പോഴേക്കും പതിവ് പോലെ നമുക്ക് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഈ ഇത്രയും തത്വവിചാരം ചെയ്തതിന് ശേഷവും തൻ്റെ രോഗങ്ങളെക്കുറിച്ചുള്ള ചിന്ത വീണ്ടും അലട്ടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമുക്കൊക്കെയുള്ളതാണ്. നമ്മളൊക്കെ എത്ര തത്വത്തെ ഗ്രഹിച്ചാലും നമ്മളൊക്കെ വീണ്ടും ഈ ഒരു മായയിൽ പെട്ടുപോകാറുണ്ട്. വീണ്ടും ഭഗവാനാണ് പരമമായ ശക്തി, ചൈതന്യം, ഭഗവാനിലാണ് എല്ലാം നിലകൊള്ളുന്നത് എന്നറിയുമ്പോഴും പലപ്പോഴും അടുത്ത നിമിഷം നമ്മളെ ആ മായയുടെ ലീല പോലെ നമ്മുടെ ഞാൻ ചെയ്യുന്നു എന്ന ഭാവം, ഞാൻ എന്ന ചിന്ത, എനിക്ക് എന്ന ചിന്ത, എൻ്റേത് എന്ന ചിന്ത നമ്മളെ വല്ലാതെ പിടിമുറുക്കാറുണ്ട്. നമ്മുടെ കർമ്മങ്ങളൊക്കെ പലപ്പോഴും എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ഗുണത്തിനായിക്കൊണ്ടാവണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് നടക്കുന്നത്. ഈ ജന്മം പോലും നമ്മളാരും ആഗ്രഹിച്ച് ഭഗവാനിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതല്ല. ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മളൊക്കെയും മറ്റേതെങ്കിലും കുലത്തിലോ മറ്റേതെങ്കിലും ലോകത്തിലോ മറ്റേതെങ്കിലും വർഗത്തിലോ ഒക്കെ വർണ്ണത്തിലോ ഒക്കെ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിച്ചേനെ. ഇതൊക്കെ നമ്മുടെയൊക്കെ പൂർവജന്മാർജിതമായ കർമ്മ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് എല്ലാം അറിയുന്ന ഭഗവാൻ നമ്മളെ എന്തൊക്കെയാണോ നമുക്ക് അനുഭവിച്ച് തീർക്കുവാനുള്ളത്, ആ പ്രാരബ്ധങ്ങൾ എന്തൊക്കെയാണോ ബാക്കിയുള്ളത് എന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ജന്മം തന്നിരിക്കുകയാണ്. ആ പ്രാരബ്ധങ്ങളുടെ ഭാരം കുറയ്ക്കാനായിട്ട്.
ഇങ്ങനെ ഈ ഒരു ജന്മം കിട്ടുമ്പോൾ ഓർക്കുക, ജന്മവും നമ്മുടെ കയ്യിലല്ല, മരണവും നമ്മുടെ കയ്യിലല്ല. നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പലപ്പോഴും മരണമെന്ന സത്യം നമ്മളെ കീഴടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിലല്ലെങ്കിൽ ഈ രണ്ട് അറ്റങ്ങൾ, ജനനവും മരണവും, യാതൊരു ശക്തിയുടെ നിയന്ത്രണത്തിലാണോ, ഇച്ഛയ്ക്കനുസരിച്ചാണോ നടക്കുന്നത്? ആ ശക്തിയുടെ മാഹാത്മ്യം, ജനന മരണങ്ങൾക്കതീതമായിട്ടുള്ള ഈ ആത്മാവിൻ്റെ യാത്ര എന്തിനു വേണ്ടിയാണ് എന്ന തത്വത്തെ നന്നായി ഉള്ളിൽ ബോധിച്ചുകൊണ്ട് ആ ഭഗവാനെ സദാ കീർത്തിക്കുവാൻ, സദാ സ്മരിക്കുവാൻ നമുക്കൊക്കെ കഴിയുമാറാകട്ടെ. അതിന് ഭഗവാന്റെ കാരുണ്യമുണ്ടാവട്ടെ. ആ ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ട് മാത്രമേ, ആ ഭഗവത് സ്മൃതി ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മായയെ കീഴ്പ്പെടുത്താനാവോ. അല്ലെങ്കിൽ കർമ്മങ്ങളെയൊക്കെയും അതിൻ്റെ ആ ഒരു കാമത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന, ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇച്ഛിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ ഓരോന്നും അതിനതീതമായി ഭഗവത് സമർപ്പിതമായി ചെയ്യുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നറിയണം. അതിന് കഴിയണമെങ്കിൽ ആ ഭഗവാനെ സദാ സ്മരിക്കുക. ഈ ഭഗവാനെ സദാ സ്മരിക്കണമെങ്കിൽ ഈ ഹരിസ്മരണത്തിന് നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആപത്തുകളാണ്, ദുഃഖങ്ങളാണ്. സത്യത്തിൽ ഏറ്റവും വലിയ സമ്പത്തും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആപത്തുകളാണ്, ദുഃഖങ്ങളാണ്. കാരണം ഈ ആപത്തുണ്ടെങ്കിലേ നമ്മൾ ഭഗവാനെ നന്നായി സ്മരിക്കുകയുള്ളൂ. കുന്തിദേവി അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയും ഇനിയും എനിക്ക് ദുഃഖങ്ങൾ തരയണമേ ഭഗവാനെ, അല്ലെങ്കിൽ ഞാൻ ഭഗവാനിൽ നിന്ന് അകന്നു പോകും. എനിക്കെപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കാൻ, മനസ്സുകൊണ്ട് എപ്പോഴും ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ, ആ ശക്തിയുടെ, ഭഗവാന്റെ ആ ഒരു ധൈര്യത്തിൻ്റെ, ഭഗവാൻ എന്ന ശക്തി കേന്ദ്രത്തിൻ്റെ ധൈര്യം ഞാൻ അനുനിമിഷം അനുഭവിക്കണമെങ്കിൽ ഭഗവാനെ എനിക്കെപ്പോഴും ദുഃഖങ്ങൾ തരൂ എന്ന് കുന്തിദേവി പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ്. ഈ ആപത്തുകളാണ് ഹരിസ്മരണത്തിനുള്ള ഏറ്റവും നല്ല ഔഷധം, മാർഗദർശി. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ആപത്തുകളും ഒക്കെ ആ ഭഗവാനിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുക. ആ ആപത്തുകളും ദുഃഖങ്ങളും പോലും ഭഗവാന്റെ കാരുണ്യമാണ്, ഭഗവാന്റെ കൃപയാണ്. ഈ ജന്മം എത്രമാത്രം നമ്മൾ ദുഃഖങ്ങളും ആപത്തുകളും അനുഭവിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ പ്രാരബ്ധങ്ങൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാനിലേക്ക് എളുപ്പം നമ്മളെ എത്തിക്കാൻ ഭഗവാൻ തരുന്ന കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രതിസന്ധികളും. നമ്മളൊക്കെ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് അത്. ദുഃഖങ്ങൾ വരുമ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് സഹതപിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് മുന്നിൽ നമുക്കൊക്കെ ഗുരുക്കന്മാരുടെയും സജ്ജനങ്ങളുടെയും നമുക്ക് മുൻപേ കടന്നുപോയ മഹത്തുക്കളുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് നമുക്കൊക്കെ ഈ വിധത്തിൽ കുന്തിദേവിയെ പോലെ ചിന്തിക്കുവാൻ കഴിയണമേ. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ പറയിപ്പിച്ച വാക്കുകളൊക്കെയും അത് ഭഗവാന്റെ സങ്കല്പമാണ്, ഭഗവാന്റെ നിശ്ചയമാണ്, ഭഗവാന്റെ ഇച്ഛയാണ് എന്നറിഞ്ഞുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ തന്നെ ഭഗവാനെ അവിടുന്ന് പറയിപ്പിച്ച അവിടുത്തെ ചരിതങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.